ലോകത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു ജനവിഭാഗമാണ് ജൂതന്മാർ. ഇപ്പോഴും ജൂതന്മാർക്ക് രക്ഷയില്ല. ജൂതന്മാരെ കൊന്ന് മുച്ചൂടും മുടിച്ച് അവസാനത്തെ ജൂതനെ വരെ തീർക്കണം എന്നുള്ള വിശ്വാസവുമായി നടക്കുന്ന ആളുകളുള്ളപ്പോൾ ജൂതന്മാർ എന്നും ആക്രമണത്തിന് ഇരയാവുന്നു. ഡച്ചിൽ ആംസ്റ്റർഡാമിൽ കഴിഞ്ഞ ദിവസമാണ് ഫുട്ബോൾ മത്സരത്തിന് പോയവരെ വലിയ തോതിൽ ആക്രമണത്തിന് ഇരയായി അവർ വിമാനം അയച്ച് കൊണ്ടുവരേണ്ടി വന്നു. ഇനി ലോകത്തിൻ്റെ പല ഭാഗത്തും ജൂതന്മാർക്ക് നേരെ ആക്രമണം നടത്താൻ ഇസ്ലാമിക ഭീകരന്മാർ തയ്യാറെടുക്കുന്നു എന്നുള്ള പുതിയ വാർത്തകൾ വരുന്നുണ്ട്. തായ്ലൻഡ് ഒരു നല്ല സമാധാനമൊക്കെയുള്ള വിനോദസഞ്ചാര കേന്ദ്രമായ രാജ്യമല്ല. മലയാളികളും വിനോദസഞ്ചാരികളായിട്ട് ഇഷ്ടംപോലെ തായ്ലൻഡ് ചീപ്പർ ഡെസ്റ്റിനേഷനാണ്. അതെ. അപ്പോൾ അവിടെ ഇപ്പോൾ ഇന്നലെ ആണ് മറ്റേ ആംസ്റ്റർഡാമിലെ അക്രമത്തിന് ശേഷം ഏതാണ്ട് ഒരാഴ്ചയൊക്കെ തികയുമ്പോഴാണ് തായ്ലൻഡിൽ ജൂതന്മാർക്ക് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് തായ്ലൻഡ് സർക്കാർ ഇസ്രയേലിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ട്രാവൽ വാണിംഗ് ഇസ്രയേലിൽ നിന്ന് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ആ അഡ്വൈസറിയിൽ പറയുന്നത് ഈ യാത്രക്കാർ തായ്ലൻഡിൻ്റെ തെക്കൻ മേഖല ഒഴിവാക്കുക, പിന്നെ ബാക്കി സ്ഥലങ്ങൾക്ക് അങ്ങനെ, അതായത് ലെവൽ 4 അതാണ് തായ്ലൻഡിൻ്റെ തെക്ക് ഭാഗം. ലെവൽ 4 എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അലർട്ട് എന്ന് പറയുന്നത്. മറ്റ് ഭാഗങ്ങളിലേക്ക് യാത്ര മുന്നറിയിപ്പില്ല, അത് ലെവൽ 1. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, മറ്റു ഭാഗങ്ങളിൽ സഞ്ചരിക്കാം. അപ്പോൾ ജാഗ്രത വേണം മറ്റു ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ഇസ്രയേലികൾക്കും എന്ന് ആ ട്രാവൽ അഡ്വൈസറിയിൽ ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെക്ക് ഭാഗത്ത് കോ ഫാൻഖൻ എന്ന് പറഞ്ഞ ദ്വീപുണ്ട്. ആ ദ്വീപിൽ ഈ പൗർണമി ദിവസങ്ങളിൽ പാർട്ടികൾ നടക്കുന്നുണ്ട്. ദ്വീപ് കുറച്ച് ദൂരമുണ്ട്, 50 കിലോമീറ്ററൊക്കെ നഗരത്തിൽ നിന്ന് ദൂരമുണ്ട്. അപ്പോൾ അവിടെ ഈ പാർട്ടികൾക്ക് ഒരുപാട് ആളുകൾ, ഒരറ്റത്തൊരു ദ്വീപും ഒക്കെ ആയിരിപ്പോൾ ആ പാർട്ടിക്ക് വലിയ ആൾക്കൂട്ടം ഉണ്ടാവാറുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഭീഷണി. അവിടെ ജൂതന്മാരും ഈ ആഗോള ടൂറിസ്റ്റുകൾ മുഴുവൻ പോകുന്ന ദ്വീപാണത്. ഈ പൗർണമി പാർട്ടികൾക്ക് വർഷം മുഴുവൻ അവിടെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെ ജാഗ്രത വേണം. ആഗോളമായി തന്നെ വരുന്ന ആളുകൾ, ജൂതന്മാർ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അവിടെ. അവരെല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2023 ജൂലൈ മുതൽ കഴിഞ്ഞ കൊല്ലം മറ്റേ ഈ ആക്രമണ നീക്കങ്ങൾ അവിടെ ഉള്ളതായിട്ടും ഇൻ്റലിജൻസ് പറയുന്നുണ്ട്. ഈ ദ്വീപിനെ പറ്റി പറയുകയാണെങ്കിൽ തെക്ക് മലേഷ്യക്ക് ഒക്കെ അടുത്ത് ഒക്കെയാണ് ഈ ഭീകരപ്രവർത്തനം, ഇസ്ലാമിക ഭീകരപ്രവർത്തനങ്ങൾ തായ്ലൻഡിലുള്ളത്. BRN എന്ന് പറഞ്ഞ സംഘടന അൽ-ഖയ്ദയും ഒക്കെയായി ബന്ധപ്പെട്ടതാണിത്. അത് കഴിഞ്ഞ ഒരു വർഷം 1 ഡസൻ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇസ്രയേൽ സർക്കാർ ഇത് ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇസ്രയേലികളുടെ ഈ വൻ കൂട്ടങ്ങൾ ഒന്നും ഇനി ഇസ്രയേലികൾ അവിടെ ചെല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂതവിരുദ്ധത എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇനി ഇവിടെ പോകുന്നവർ പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ കൂട്ടമായിട്ട് നടക്കരുത്. പിന്നെ ജൂതന്മാരാണെന്ന് അറിയിക്കുന്ന എന്തെങ്കിലും ചിഹ്നങ്ങൾ, വേഷമോ അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രയേല്. ഈ തെക്കോട്ട് പോകുന്നവർ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഞങ്ങൾ ഉടനെ പോവുകയാണ് അങ്ങനെ പറയുമല്ലോ, അങ്ങനത്തെ പരിപാടികൾ അറിയിച്ചിട്ട് പോയി അടിമേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദ്വീപ് തെക്കൻ തായ്ലൻഡ് ഉൾക്കടലിൽ സൂറത്ത് താനി എന്ന് പറഞ്ഞ പ്രവിശ്യയിലാണ് ഉള്ളത്. അതിന് 2 സഹോദര ദ്വീപുകളുണ്ട്, കോ സാമൂയി, കോ താവോ എന്ന് പറഞ്ഞിട്ട്. 40 കിലോമീറ്റർ ആണ് അതിൻ്റെ വിസ്തൃതി. നഗരത്തിൽ നിന്ന് 55 കിലോമീറ്റർ. സാൻ ബാർ എന്നാണ് ഈ ദ്വീപിൻ്റെ പേരിൻ്റെ, കോ ഫാങ്കൻ എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം. പണ്ട് ഈ രാമ 5-ാമൻ രാജാവ് 14 തവണ ഈ ദ്വീപിൽ പോയിട്ടുണ്ട്. ഈ തായ്ലൻഡ് ഭരിച്ചിരുന്ന രാമ 5-ാമൻ രാജാവ്. നല്ല രസകരമായ കാര്യം, തായ്ലൻഡിൽ ഇപ്പോഴും അവിടുത്തെ രാജാക്കന്മാരുടെയൊക്കെ പേര് രാമ എന്നൊക്കെയാണ്. അത്
4,58,000 പേര് ഈ ദ്വീപിൽ ഒരു വർഷം ചെല്ലാറുണ്ടെന്ന് ടൂറിസ്റ്റുകൾ. എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷത്തിന് മേൽ ടൂറിസ്റ്റുകൾ ദ്വീപിൽ ചെല്ലുന്നുണ്ട് തായ്ലൻഡിലെ. BRN എന്നുള്ളതിൻ്റെ ഫുൾ ഫോം, ആ മുസ്ലിം തീവ്രവാദ സംഘടന ബാരിസാൻ റവല്യൂസി നാഷണൽ എന്നാണ്. അപ്പോൾ പട്ടാളക്കാരെയും നാട്ടുകാരെയും ഒക്കെ കൊല്ലുന്നതാണ് അവരുടെ പരിപാടി. തായ്ലൻഡിലെ പട്ടാളക്കാരുമൊക്കെ. തെക്ക് മുസ്ലിം കേന്ദ്രമാണ് തായ്ലൻഡിൻ്റെ. 3 പ്രവിശ്യകളും മുസ്ലിം കേന്ദ്രമാണ്: പട്ടാനി, കാല, നാർത്തി വാട്ട്. മൊത്തത്തിൽ ഇതിന് പട്ടാനി എന്ന് പറയും ആ മേഖലയ്ക്ക്. ആ മേഖല മുസ്ലിം മേഖലയാണ്. 2004 ഒക്ടോബറിൽ ഒരു ആർമി ട്രക്കിൽ 80 മുസ്ലിം യുവാക്കൾ ശ്വാസം മുട്ടി മരിച്ചു പട്ടാളക്കാർ കൊണ്ടുപോകുമ്പോൾ. പണ്ട് ഈ വാഗൺ ട്രാജഡി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. അതിനെ തുടർന്നാണ് ഈ തീവ്രവാദം ശക്തമായത് എന്നാണ് പറയുന്നത്. 40 ലക്ഷം മുസ്ലിങ്ങളുണ്ട് തായ്ലൻഡിൽ. 40 ലക്ഷമോ? ആകെ 6.2 കോടിയാണ് ജനസംഖ്യ അതിൽ. അപ്പോൾ ഈ തെക്ക് ഭാഗത്തെ 5 പ്രവിശ്യകളിൽ 80% മുസ്ലിങ്ങളാണ് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട് ഈ സംഘടന ഇപ്പം നിലനിൽക്കുന്നത്. എവിടെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം വന്നോ അവിടെയൊക്കെ പ്രശ്നമാണ്. പ്രശ്നമുണ്ട്. പിന്നെ പ്രാദേശികമായിട്ട് ജമാ ഇസ്ലാമിയ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ബർസാത്തു എന്ന് പറഞ്ഞിട്ട് ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കെല്ലാം കൂടി ഒരു അംബർല ഓർഗനൈസേഷനും ഉണ്ട്. ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്ന സംഘടന ബർസാത്തു. അപ്പോൾ 4 ലക്ഷം സലഫി മുസ്ലിങ്ങൾ അവർ എല്ലാവരും അതിൽ അംഗമായി ചേരണം എന്ന് പറഞ്ഞ് പ്രചാരണ പരിപാടികളൊക്കെ യുവാക്കൾക്കിടയിൽ നടത്തുന്നുണ്ട് സലഫികൾ. അവർക്ക് മോസ്ക് ഉണ്ട്, സ്കൂളുകളുണ്ട്. ഈ തായ്ലൻഡിൽ ആക്രമണം നടത്തിയിട്ട് ഈ മുസ്ലിം ഭീകരർ മലേഷ്യയിലേക്ക് കടക്കുന്നു. അവിടെയാണെങ്കിൽ സേഫ് ഹേവനാണ്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നാൽ മതി അടുത്ത ആക്രമണത്തിന്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നാണ്. വളരെ ചീപ്പാണ് തായ്ലൻഡ് കമ്പാരിറ്റീവ്ലി. അങ്ങനെയൊക്കെയുള്ള സ്ഥലം വെച്ച് ആളുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ടൂറിസമാണ് തായ്ലൻഡിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗവും. അപ്പോൾ നമ്മൾ കാണുന്ന തായ്ലൻഡ് അല്ല. അതിന് ഒരു അപ്പുറത്ത് ഒരു ഇരുണ്ട മുഖം, 3 പ്രവിശ്യകളിലായിട്ട് 40 ലക്ഷത്തോളം മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശം കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതെ, മാത്രമല്ല ഡെമോഗ്രഫി മാറിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ 5 ആവുന്നത് ഇപ്പോൾ. അതെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതിയെ തായ്ലൻഡ്, നമ്മൾ ഇന്ന് കാണുന്ന തായ്ലൻഡിൻ്റെ മുഖം മാറും ഒരു 5-10 വർഷത്തിന് ശേഷം പരമാവധി. അതെ, ഇപ്പം തന്നെ 40 ലക്ഷം എന്ന് പറയുമ്പോൾ 6,20,00,000 അടുത്ത ജനസംഖ്യ. അതിൽ 40 ലക്ഷം എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു നിർണായക ജനസംഖ്യയിലേക്ക് വരികയാണ്. അതെ, ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ആയിരിക്കും ജൂതന്മാർ പോവുക. അതെ, പക്ഷേ അവരെയും ആക്രമിക്കാനായിട്ട് ഇവർ ജൂതന്മാരെ ആക്രമിക്കുന്നത് മാത്രമല്ല, കാരണം പിന്നീട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക രാജ്യം അവരുടെ വകയിലേക്ക് അധികാരം വേണമെന്നുള്ളതല്ലേ വരുന്നത്. അത് ഈ 5 പ്രവിശ്യകൾ ചേർന്നിട്ട് സ്വയംഭരണം ആവശ്യപ്പെടാം. അപ്പം തായ്ലൻഡ് അധികം വൈകാതെ തായ്ലൻഡിലേക്ക് ജിഹാദിൻ്റെ ഒരു പോരാട്ടമുഖം തുറക്കും. നമ്മൾ ഇത് അധികം ചർച്ച ചെയ്യാത്തതാണ്. 2004 മുതൽ തന്നെ അവിടെ ഈ പ്രശ്നമുണ്ട്. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ധാരാളം ലേഖനങ്ങൾ തായ്ലൻഡിൻ്റെ തെക്ക് എങ്ങനെ ഇസ്ലാമിക ഭീകര കേന്ദ്രമായി എന്ന് പറയുന്ന ലേഖനങ്ങളുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ലോകത്ത് എത്രയോ മതങ്ങളുണ്ട് അല്ലേ? ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ബുദ്ധമതമുണ്ട്, ആരെയും നോക്കാത്ത ജൈനമതമുണ്ട്, പാഴ്സികളുണ്ട് അല്ലേ, സ്വരാഷ്ട്രീയർ എന്ന് പറയുന്നത്. പിന്നെ ഈ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ജൂതന്മാരുണ്ട്. പക്ഷേ ഈ ലോകത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു മതവിഭാഗം താമസിക്കുന്ന പ്രദേശങ്ങൾ മാത്രം ഇങ്ങനെ കലാപതുല്യവും യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലവും ആക്രമണങ്ങൾ നടക്കുന്നത് ആയി മാറുന്നതെന്ന് ഇക്കൂട്ടത്തിലുള്ള ആളുകൾ ആലോചിക്കുന്നില്ലല്ലോ. അല്ല, അവർ 5 ദിവസം ഇപ്പം ഞാൻ വായിച്ച അൺവെയിൽഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 5 നേരം പ്രാർത്ഥന ഉണ്ട്. അപ്പോഴൊക്കെ പഠിപ്പിക്കുന്നത് കാഫറുകളെ നമ്മൾ ശത്രുക്കളായി കരുതണം എന്നാണ്. അപ്പോൾ അവിശ്വാസികൾ ഈ ലോകത്ത് പാടില്ല, നമ്മൾ മാത്രം മതി. അവിശ്വാസികളില്ല, നമ്മുടെ വിശ്വാസം ഇല്ലാത്തവർ. ഇവർ അവിശ്വാസികൾ എന്ന് പറയുന്നവർ വേറെ വിശ്വാസമുള്ളവരാണ്. അതെ, അത് തന്നെ, നമ്മുടെ വിശ്വാസം മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പ്രത്യയശാസ്ത്രം. അതിൻ്റെ പ്രശ്നമാണിത് അല്ലേ? ഇനി കുറേ കഴിയുമ്പോഴത്തേക്ക് അവർ മാത്രമായാൽ ഇവർ തമ്മിൽ തല്ലും. അത് വരുമല്ലോ, കാരണം ഷിയയും സുന്നിയും തല്ലുമല്ലോ. അതെ,
എന്തൊരു വല്ലാത്ത അവസ്ഥയാണല്ലേ. മാത്രമല്ല ഷിയകൾ കാശ് കൊടുത്തിട്ട് സുന്നികളെ കൊല്ലുന്നുണ്ടല്ലോ, അതല്ലേ ഹമാസിനെ ഇറാൻ വളർത്തുന്നു. അതെ, മനുഷ്യൻ ചന്ദ്രനിലെത്തി ചൊവ്വയിലേക്ക് പോകാൻ പോകുന്നു, സൂര്യനെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഇവിടെ കിടന്ന് മനുഷ്യൻ എൻ്റെ മതമാണ് വലുതെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊല്ലുന്നു. ഇനി എൻ്റെ മതത്തിൻ്റെ ആധിപത്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ മതത്തിലെ എൻ്റെ വിശ്വാസമാണ് ശരിയെന്ന് പറഞ്ഞ് അതേ മതത്തിൽപ്പെട്ടവനെ കൊല്ലുന്നു. വല്ലാത്തൊരു പ്രാകൃതമായ ലോകമാണല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.